കരിനീലിയമ്മേ ശരണം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് ഒരാളുടെ മറുപടി, ആർക്കുള്ള മറുപടി എന്ന് പറയണ്ട, എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പലരുടെയും ഉള്ളിലുള്ളൊരു പലരും പറയുന്നൊരു കാര്യം, ഒന്നിനും സമയമില്ല. സമയം ആകെ പ്രശ്നങ്ങളാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞു തരണം. ജപിക്കാൻ പറ്റുമോ? അയ്യോ, സമയം തീരെ സമയമില്ല. സമയം പ്രയത്നിക്കാണ്ട് കാര്യങ്ങൾ നടക്കുമോ? പ്രയത്നിക്കാണ്ട് കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറവാണ്. വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സമയം ഉണ്ടാക്കി കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനുള്ള ഗുണങ്ങൾ ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഗുണം ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാത്ത ഗുണം ഉണ്ടാവാത്ത പ്രവൃത്തി ചെയ്യാതിരിക്കണത് നല്ലത്. പലരും പല കാര്യങ്ങളിലും ബിസി ആയിരിക്കുന്നവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളിൽ ഒരു പുരോഗമനം ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം. അത് ചിന്തിക്കാത്തോടത്തോളം വിഡ്ഢിയാണ്. പല കാര്യങ്ങൾക്കും അതിന് പറയാനായിട്ട് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ആവും, മറ്റേതാവും, അത് പ്രതീക്ഷിച്ചിട്ടാണ്, ഇത് പ്രതീക്ഷിച്ചിട്ടാണെന്നൊക്കെ. നമ്മൾ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പുരോഗമനം ഇല്ല. അതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഗമനം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് അതിനെക്കുറിച്ച് മാറി ചിന്തിക്കണം. അത് ചിന്തിക്കാത്തോടത്തോളം കാലം അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അതുതന്നെയാണ് ഞാനും പറയുന്നത്. സമയമില്ല, ജപിക്കാൻ സമയമില്ല, ഭഗവാനെ കാണാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, ഇതൊന്നും സമയമില്ല. ഈ സമയമില്ലാത്തവർക്ക് എളുപ്പവഴിയാണ് ചോദിക്കണത്. എനിക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനായിട്ടൊരു മാർഗം നിർദ്ദേശിച്ചതാണ്. അങ്ങനത്തെ ഒരു എളുപ്പവഴി എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. ഇനിയിപ്പോൾ സമയമില്ല, ഇതൊന്നും എന്ത് നേടി നിങ്ങൾ? എനിക്കതാണ് ചോദ്യം. നിങ്ങൾക്ക് സമയമില്ലാണ്ട് നിങ്ങൾ ഇത്രയും നാൾ ഓടി നടന്നിട്ട് നിങ്ങൾ എന്ത് നേടി? അപ്പം നേടാനുള്ളൊരു മാർഗം പറയുമ്പോൾ അതൊക്കെ അനുസരിക്കാനുള്ളതുണ്ടെങ്കിലല്ലേ. ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്നത് ആരും ശ്രദ്ധിക്കില്ല. ഞാൻ ഉപദേശിച്ചിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപദേശം ആരും സ്വീകരിക്കാൻ പറ്റുന്നതല്ല. അത്രയ്ക്ക് കട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അത് അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അതായത് ജപിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കഠിനമായിട്ടുള്ള പ്രയത്നം തന്നെയാണ്. ഞാനതുപോലെ ജപിച്ചിട്ടാണ് ഈ ഒരു മാർഗത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ജപം തന്നെയാണ് എല്ലാതിലേക്കും ദൈവത്തിലേക്കുള്ള എളുപ്പമാർഗം, എത്താനുള്ളൊരു വഴി. ഏണിപ്പടികൾ, അതായത് ചവിട്ടുപടികൾ. പല ഭാഷകളും പല സ്ഥലങ്ങളും പല ഭാഷകളിലാണ് പറയാം. ചിലയിടത്ത് കോണി എന്ന് പറയും, കോണി വെച്ച് കയറുക, പാമ്പും കോണി. അതുപോലെ ഭഗവാന്റെ അടുത്തെത്താനുള്ളൊരു ചവിട്ടുപടികളാണ് ജപം. 18-ാം പടി കണ്ടിട്ടില്ലേ? അതുപോലെയൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ 18-ാം പടി ചവിട്ടാണ്ട് കയറിയിട്ട് വല്ല കാര്യം ഉണ്ടാകും. അതിൽ കൂടി തന്നെ വേറെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. അതിൽ 18-ാം പടി മുടികെട്ടൊക്കെ വെച്ച് കയറുമ്പോഴാണ് അതിനുള്ള ഗുണം ഉണ്ടാവുക. അതും ശാസ്താവ് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നത് ശാസ്താവ് തന്നെയാണ്. മനസ്സിലായ? അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ജപമാണ്. ജപിക്കാൻ പ്രയത്നിക്കേണ്ട ഒരു കാര്യം നേടാൻ പറ്റില്ല. ജീവിതത്തിൽ എന്തിനും പ്രയത്നിക്കണം. പ്രയത്നിച്ച് അവസാന നിമിഷത്തിൽ കുറേ കുഴി കുത്തി വെള്ളം കാണാറാകുമ്പോൾ കുഴി നിർത്തണതിൽ അർത്ഥമില്ല. പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവും. 100% ഉണ്ടാവും. എന്ത് പ്രവൃത്തി ചെയ്താലും, എന്തിനു വേണ്ടി ചെയ്താലും, എന്തിനു വേണ്ടി ഇപ്പം നിങ്ങൾ നല്ലതാവാം, പൊട്ടയാവാം, ചീത്തയാവാം, എന്ത് മാർഗ്ഗമായാലും ചെയ്യുന്ന പ്രവൃത്തിക്ക് ഗുണം ഉണ്ടായിരിക്കും. കള്ളം കക്കാനായിട്ടാണ് പ്രയത്നിക്കണം, അതിനും നേട്ടങ്ങളുണ്ടാവും. നാളെ പിടിക്കപ്പെടുക എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ കള്ളനായാലും എല്ലാവർക്കും ഉണ്ടാവുന്നൊരു കാര്യം, പ്രയത്നിച്ചാൽ അതിനുള്ള ഗുണം ഉണ്ടാവും. അവർ രാത്രി പ്രയത്നിക്കണ മറ്റുള്ളവരൊക്കെ ഉറങ്ങാനായിട്ട് പ്രാർത്ഥിക്കണു. ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ അവൻ ചെന്ന് പ്രയത്നിച്ച് കമ്പി വളച്ച് ഉള്ളിൽ കയറി അവൻ്റെ മോഷണം നടത്തുന്നു. അതവൻ്റെ ക്രിയയാണ്. അതവൻ അതിൽ വിജയിക്കുന്നു. അതവൻ്റെ പ്രയത്നത്തിൻ്റെ വിജയമാണ്, അവൻ്റെ നേട്ടം. അതിൽ നമ്മൾ പ്രയത്നിച്ച് അവരെ പിടിക്കപ്പെടുക മാർഗങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. അത് നമ്മൾ കൃത്യമായിട്ട് പ്രയത്നിച്ചില്ലെങ്കിൽ അവനെ പിടിക്കപ്പെടാൻ പറ്റില്ല. അത് അവൻ്റെ നേട്ടമായിട്ട് മാറും. മനസ്സിലായ? അതാണ് കാര്യങ്ങൾ. ജീവിതം അതാണ്. ഞാനൊരു ജപത്തിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ജപിച്ചിട്ട് ഗുണമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത, അതായത് തിരക്കടിച്ചിട്ട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു മഹാക്ഷേത്രം ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടിലാണ്. ഞാൻ പറഞ്ഞു, ഒരു പൂജാമുറിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണത്. പൂജാമുറിയിൽ നിന്ന് എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എനിക്ക് ബാക്കിയില്ല. എനിക്ക് മോശം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ചിന്തിച്ചോളാണ് ഞാൻ ആത്മീയതയിലേക്ക് വന്നത്. എൻ്റെ മോശപ്രാപ്തിക്ക് വേണ്ടി തുടങ്ങി വെച്ചൊരു കാര്യം മറ്റുള്ളവർക്കും കൂടി ഗുണമാവുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞാൻ മുഖേന ആർക്കെങ്കിലൊക്കെ ഒരു ഗുണം ഉണ്ടാവാതിരിക്കാനോ ഒരു ആത്മഹത്യ ഒഴിവാവാനോ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലൂടെ ഒരുപാട് പേർക്ക്, എൻ്റെ ഇവിടെ അയലക്കാർക്ക് പോലും അറിയില്ല എന്നെ, ലാലൂർ ദേവസ്ഥാനം അറിയില്ല. ഇന്നലെ അതിനുള്ളൊരു കാര്യം ഉണ്ടായി. അതാണ് ഞാൻ എന്ത് പറഞ്ഞാലും വഴി തിരിഞ്ഞു പോകും. ഇന്നലെ എനിക്കൊരു കോള് വന്നു വൈകിട്ട്.
പൂജ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു, നമ്പറായിരുന്നു, ഞാൻ എടുത്തു. അപ്പോൾ പെരിങ്ങോട്ടുകാരാന്ന് കണ്ടു. അതിൽ മറ്റെന്തിട്ട് അപ്പോൾ എന്തൊക്കെയൊക്കെ ID-കളൊക്കെ വരുമല്ലോ അതിൽ, പെരിങ്ങോട്ടുകാർ. അപ്പോൾ എന്താ അവിടെ നിന്ന് വിളിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കോൾ എടുത്തു. അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് കണ്ണൂരിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, അത് ഞങ്ങളുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ലാലൂർ, ഇങ്ങനെ ഒരു ദേവസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്കൊരു ആളാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു കണ്ണൂരിൽ നിന്ന്. അപ്പോൾ അല്ല, ലാലൂർ ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ഷേത്രം ഉണ്ട് അവിടെ, ഒന്ന് നോക്കൂട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഇങ്ങനെയുണ്ട് അതൊന്ന് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആളെ വിളിക്കുന്നത്. അപ്പോൾ ആൾ വിളിച്ച് പറയുമ്പോഴാണ് പറയണത്, ഇവിടെയുള്ളവർക്ക് പോലും അറിയില്ല. അതായത് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലേക്കാണ് പലരും വന്നാൽ, അടുത്തൊരു മങ്കുഴി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് പോവുക. അവിടെ മങ്കുഴി ഉണ്ട്, വേറെ 2-3 എണ്ണമുണ്ട്, പുളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ക്ഷേത്രങ്ങളുണ്ട്, അവിടേക്കാണ് എല്ലാവരും എത്തുള്ളൂ. ഈ ലാലൂർ ദേവസ്ഥാനത്തേക്ക് ആരും എത്തില്ല, അവസാനം തേടി പിടിച്ച് എത്തേണ്ടവർ മാത്രമേ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് എല്ലാം അറിയാം, പുറമെയുള്ളവർക്കറിയാം ഒരുപാട്. ലോകം മുഴുവൻ ഇപ്പം ലാലൂർ ദേവസ്ഥാനം അറിയുന്നൊരു ഇതിലേക്ക് സ്വാമി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ മഹാക്ഷേത്രമാക്കാനുള്ളൊരു ഒരുക്കപ്പാടിലാണ്. മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊട്ടാരം പോലെ സ്വർണം കൊണ്ട് മുഴുവൻ മൂടിയിട്ടുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അതല്ല മഹാക്ഷേത്രം കൊണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്ന് തൊഴാനുള്ള, എല്ലാവർക്കും നിന്ന് തൊഴാനും വന്ന് സ്വാമീനെ കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തിനാണ് മഹാക്ഷേത്രം എന്ന് പറയണത്. അതല്ലാതെ കുറേ കോടികൾ ചിലവാക്കിയിട്ട് കൊട്ടാരം പോലെയുള്ളൊരു ക്ഷേത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വന്ന് നിന്ന് സ്വാമീനെ ഭക്തിപൂർവം നിന്ന് തൊഴാനുള്ള സൗകര്യങ്ങൾ നൽകാനുള്ള ഒരു സംരംഭം, അതിനോട് ചുറ്റുപാടും നിൽക്കുന്ന മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടിനെയാണ് മഹാക്ഷേത്രം പണിയാനായിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് കൊട്ടാരം പോലെ ക്ഷേത്രം പണിയാനുള്ള സ്ഥലമൊന്നും ഇല്ല. ഇവിടെ ആകെ ഒരു ചെറിയൊരു സ്ഥലമുള്ളൂ. ആ സ്ഥലം തന്നെ ഇവിടെ അരുണിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയതൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് മഹാക്ഷേത്രം പണിയാനുള്ള ഒരു ഒരുക്കപ്പാടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാശുണ്ട് അക്കൗണ്ടിൽ, സ്വാമിയുടെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷുണ്ട്. അതൊക്കെ എടുത്തിട്ടാണ് തുടങ്ങി വെച്ചത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പേരൊക്കെ സഹായിച്ചിരുന്നു. അവരുടെയൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങി വയ്ക്കുമ്പോൾ അറിയാമല്ലോ, എഞ്ചിനീയറാണ്, എനിക്ക് എല്ലാ പണികളും അറിയാം, എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കാനും പറ്റും. ഇതൊക്കെ ചെയ്തിട്ട് പോലും നമ്മുടെ പരിധി വിട്ടു പോകുമല്ലോ. ആ പരിധി വിട്ടു പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് പേർക്ക് എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട്, ഈ ലാലൂർ ദേവസ്ഥാനത്തേക്ക് സഹായിക്കുന്ന കുറച്ച് പേരുണ്ട്. ഒരു തിരുവനന്തപുരത്തുള്ള അരുൺ, ഞാൻ ചോദിച്ച ഒരു 3-4 പേരുടെ പേരാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലാവരോടും ചോദിച്ചിട്ടില്ല. 4 പേരോടാണ് ഞാൻ ഈ സാമ്പത്തിക സഹായം ചോദിച്ചത്. അതുപോലെ തന്നെ സന്തോഷിനെ അറിയാമെന്ന് തോന്നുന്നു പലർക്കും പറഞ്ഞ്. അതായത് ഇവിടേക്കുള്ള ആദ്യം അമ്പലത്തിൻ്റെ ഒരു പുരോഗമനാർത്ഥം വാതിലുകൾ തന്നിട്ടുള്ളത് 2 വാതിലുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഒരു പാട്ട് സന്തോഷിൻ്റെ സമർപ്പണമാണ്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോഴത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഇതിൽ ഒരു 50,000 രൂപ സന്തോഷ് തന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷ്, അപ്പോൾ അതുപോലെ തന്നെ അരുൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ലക്ഷങ്ങൾ സമർപ്പിച്ചിട്ടുള്ളൊരു ഭക്തനാണ് അരുൺ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ളത്. അതുപോലെ തന്നെ സൗദിയിൽ ഒരു അരുൺ തൃശ്ശൂർക്കാരനാണ്. പിന്നെ ഒരു ജീവൻ. ഇവരൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. നമുക്ക് എന്തെങ്കിലും സഹായം ചോദിക്കണം എന്ന് തോന്നിയാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പിന്നെ ആദ്യകാലത്തിൽ ഒരാൾ സഹായിച്ചിരുന്നത് റോളിങ്, അതായത് കടമായിട്ട് എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ആളൊരു കണ്ണൂരുകാരനാണ് എനിക്ക് തന്നിരുന്നത്. ആളും ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെയോ തിരിമറികളൊക്കെ പ്രശ്നമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള നിൽക്കണം. അപ്പോൾ ആളോട് ഇപ്പം ഞാൻ ചോദിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു 3-4 പേരോടാണ് ഞാൻ ചോദിച്ചത്. 4 പേർക്കും തരാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ജാതകഫലം ആർക്കും തിരുത്തി പിടിക്കാൻ പറ്റില്ല. അതായത് തിരുവനന്തപുരത്തുള്ള അരുണിനോട് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള അരുൺ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത്, എനിക്കറിയാതെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടേക്ക് തന്നെയാണ്, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു വിൽപ്പന നടന്നു. അവിടുന്ന് ഒരു കിട്ടാനില്ലാത്തൊരു 25 ലക്ഷം രൂപ കിട്ടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇതൊക്കെ സ്വാമിക്ക് നൈവേദ്യകർപ്പണമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതില്ല എന്നല്ല പറയണേ. അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾക്കായിട്ടുള്ള നേട്ടമാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ ഫണ്ട് തിരിമറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സന്തോഷം ഏകദേശം ഒരു 10-50,000 നല്ലതെന്ന് തോന്നുന്നു, അതിനേക്കാളൊക്കെ മുകളിൽ തന്നിട്ടുണ്ട്. പിന്നെ ജീവനെ വിളിക്കുമ്പോഴാണ് അതിലെ ഏറ്റവും വലിയ രസം. അത് മുൻകൂട്ടി പറയണമെന്നില്ല. സ്വാമിയേ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നാണയം നഷ്ടപ്പെട്ടു, ലാലൂർ ദേവസ്ഥാനത്തെ നാണയം നഷ്ടപ്പെട്ടതിന് ശേഷം വണ്ടി ആക്സിഡൻ്റ് ആണ്, ഞാൻ ആകെ പ്രശ്നത്തിൻ്റെ മുകളിലാണ്, സ്വാമിനെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ വഴി അടഞ്ഞു. പിന്നെ സഹായിക്കാനുള്ളത്
ഒരു സൗദിയിൽ തന്നെ 2 പേരുണ്ട്. ഒരാളെ വിളിച്ചപ്പോൾ ആൾക്ക് ഇത്തിരി സാമ്പത്തികമായിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് നമ്മുടെ ആദ്യത്തെ പാട്ട്. അപ്പോൾ അദ്ദേഹത്തിനും സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, ആൾക്കും തരാൻ പറ്റില്ല. അതായത് തരണമെന്ന് വിചാരിച്ചാൽ പോലും തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ജാതകഫലം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ നമ്മുടെ അരുൺ ലക്ഷങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാലൂർ ദേവസ്ഥാനത്തേക്ക് സഹായം തന്നിട്ടുള്ളത് അരുണാണ്, തൃശ്ശൂരുള്ളതാണ്. അരുണിനെ വിളിച്ചപ്പോഴും അരുണും അയ്യോ ഞാൻ എന്താ ഇപ്പം അരുണിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 2-3 ദിവസം മുൻപ്, കുറച്ച് ദിവസം മുൻപ് ഞാൻ വീട്ടിലൊരാൾ വന്നു എന്ന് പറഞ്ഞിട്ട് നോക്കണ സമയത്ത് ഞാൻ അരുണാന്ന് പറഞ്ഞു വരണത് തന്നെ കണ്ടുള്ളൂ, പിന്നെ ആളെ കണ്ടില്ല. ഞാൻ പുറത്തുനിന്നേക്ക് വന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ ആൾ തൊഴിലും കഴിഞ്ഞു കാണിക്കർപ്പിച്ച ആൾ പോയി. ആൾക്ക് അത്രയ്ക്കും ബിസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വീണ്ടും സൗദിയിലേക്ക് പോയി. ആ സമയത്താണ് ഞാൻ വിളിക്കുക. അവിടെ പോണത് തന്നെ യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ആകെ ഷോർട്ടായിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പം എൻ്റെ അവസ്ഥ എല്ലാം അടഞ്ഞു, എൻ്റെ വഴികൾ അടഞ്ഞു. അവിടേക്കാണ് എത്തുന്നത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. എനിക്കിനി മാർഗ്ഗമില്ല, നിർമ്മാണ പ്രവർത്തനം നടത്താനായിട്ട് മാർഗ്ഗമില്ല. ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് എടുക്കാനാണ് ഞാൻ പറയണത്. മാർഗ്ഗമില്ലാണ്ടായപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ആകെ പ്രശ്നമായി. എനിക്ക് പറയാനുള്ളത് സ്വാമി മാത്രമേ ഉള്ളൂ. സ്വാമി തരാൻ വിചാരിക്കുന്ന ആർക്കും തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ജപം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തിരിയോടെയും കഠിനമാക്കി. കാശില്ലാണ്ടാകുമ്പോൾ എല്ലാവരും പ്രാർത്ഥന കൂട്ടില്ലോ, അതുപോലെ ഞാനും ഇത്തിരി പ്രാർത്ഥനയൊക്കെ കൂട്ടാൻ ശ്രമിച്ചു. പറ്റുന്നില്ല, എന്നാലും പരമാവധിയൊക്കെ പണികളുടെ ഇടയിൽ ജപിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഞാനൊരു 12 മണി നേരത്തൊക്കെ ജപിക്കാറുണ്ട്, അതൊന്നും പറ്റുന്നില്ല. എന്നാലും ചെന്നിരുന്ന് ജപിച്ചു. ജപമൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിടിവണ്ടി മുഴുവൻ പൊട്ടി. ഒരു സ്ഥലത്തുനിന്ന് മാർഗ്ഗമില്ല, പണി നിർത്തി വെക്കേണ്ട അവസ്ഥയായി. പണി നിർത്തി വെച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ട്ലി കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോയില്ലെങ്കിൽ അതിൻ്റെ ലൈസൻസിന് പ്രോബ്ലം വരും. ലൈസൻസ് കിട്ടി അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടി വരും. അതിനൊക്കെ തടസ്സം വരും. ചിങ്ങമാസത്തിൽ എങ്കിലും എനിക്ക് ഒന്ന് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. അടുത്ത പന്തലാട്ടം എന്നാണ് പറയുക, അല്ലെങ്കിൽ അടുത്ത സ്വാമിയുടെ പ്രതിഷ്ഠാ ദിനത്തിന് പുതിയ മഹാക്ഷേത്രത്തിലേക്ക് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തുടങ്ങിയാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. എനിക്ക് ആകെ വിഷമമായി, സങ്കടമായി. ഞാൻ സ്വാമിയുടെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞു. സ്വാമി അത് മൈൻഡ് ചെയ്യില്ല. എന്നാലും ഞാൻ വിട്ടില്ല. അവസാനം ഞാൻ കഴിഞ്ഞ ദിവസം, അതാണ് സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് സ്വാമി. കഴിഞ്ഞ ദിവസം എനിക്ക് തീരെ നിവൃത്തിയില്ല. ഞാൻ അവസാനം സ്വാമിയുടെ അടുത്ത് നിന്നിട്ട് രാത്രി എല്ലാം കഴിഞ്ഞ് ജപമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമസ്കരിക്കണ സമയത്ത്, ജപം കഴിഞ്ഞിട്ട് നമ്മളാണ് കാര്യങ്ങൾ പറയാതെ സ്വാമി ഇന്നതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നും പറയാറുണ്ട്. നമസ്കരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് തീരെ നിവൃത്തിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് അവർക്ക് വേണ്ട സാമ്പത്തികമായിട്ടുള്ള അവരെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്ത് അവരെ കാര്യസിദ്ധി നടത്തിയാലാണ് എനിക്ക് അവർ സാമ്പത്തികം തരുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പുരോഗതിക്ക് വരുത്തി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തന്ന് എനിക്ക് പണി മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. അല്ലാണ്ട് എനിക്ക് തീരെ പറ്റില്ല സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഞാൻ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കി കൊടുക്കുക. ആർക്കെങ്കിലും പുരോഗതി ഉണ്ടായി അവർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായാലല്ലേ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുള്ളൂ. അത് ഉണ്ടാക്കി കൊടുക്കേണ്ട സ്വാമി. അല്ലെങ്കിൽ എനിക്ക് നിവൃത്തിയില്ല. ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ ചെന്ന് മൊബൈൽ പുറത്താണല്ലോ വെക്കുക. ഞാൻ പറയാറുണ്ട് മൊബൈൽ അമ്പലത്തിനകത്ത് ഇരിക്കുക. പുറത്തേക്ക് ചെന്ന് നോക്കണ സമയത്താണ്, മൊബൈൽ എടുത്ത് നോക്കണ സമയത്ത് ഒരു മെസ്സേജ്. ഞാനൊരു 2.5 ലക്ഷം രൂപ സ്വാമിക്ക് തരാം. ഞാൻ പറഞ്ഞിരുന്നു 5 ലക്ഷമാണ് എനിക്ക് ആവശ്യം. എന്നാലും 2.5 ലക്ഷം രൂപ കിട്ടിയ കുറേ കാര്യങ്ങളും ലൈസൻസിൻ്റെ കാര്യങ്ങൾ വരെ എത്തും. പിന്നെ അതിനുള്ള ശേഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ 2.5 ലക്ഷം രൂപ ഞാൻ തരാം. അതിൽ 1.50 ഞാൻ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ഇട്ട് തരാം. കാര്യങ്ങളൊക്കെ നോക്കട്ടെ സ്വാമി, എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്. അതാണ് കരിങ്കുട്ടി സ്വാമി. നമ്മളെന്താണ് ചോദിക്കുന്നത് ആ സമയത്ത് തരുന്നത്. ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞിട്ട് മധുദേട്ടൻ്റെ പാട്ടാണ്. സൗദിയിലുള്ള മധുദേട്ടനാണ് ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞത്. ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ക്ഷിപ്രപ്രസാദം എന്താണ് വേണ്ടത്? നമുക്ക് ചോദിക്കുന്നതൊക്കെ തരുന്ന ഒരാളാണ് സ്വാമി. അപ്പോൾ സ്വാമിക്ക് വേണ്ടി കുറച്ച് സമയം ചിലവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ അതിന് മറുപടി പറയുക? ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. നമുക്ക് കുറച്ച് സമയം, അതായത് ഞാൻ പറയണത് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല, നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടായി? അപ്പം നേടാനായിട്ട് പറ്റുമെന്ന് ഒരു വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക്, ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇടാട്ടോ, അരുണിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം. വെറുതെ പറയണതല്ലതൊന്നും.
ആൾക്കാരെ പൊങ്ങച്ചത്തിന് വേണ്ടി പറയണതല്ല. ഞാൻ എന്തിനു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടാണ് കാര്യങ്ങൾ പറയുള്ളൂ. ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല എന്ന് വെറുതെ കിടന്നിട്ട് ഓടിയിരുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. കൃത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുള്ളൂ. സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടേ പറയുള്ളൂ, പ്രൂഫോട് കൂടിയിട്ടേ പറയുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ പറയില്ല. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ട് തരാം. അത് നോക്കൂ, ആ ഡേറ്റ് നോക്കൂ, എത്ര മണിക്കാണെന്ന് നോക്കുക മെസ്സേജ് വന്നിട്ടുള്ളത്. എൻ്റെ ജപങ്ങൾ ജപം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ ആ മെസ്സേജ് കാണുന്നത്. ആ സമയത്ത് എൻ്റെ ആവശ്യമാണ് അവിടെ സ്വാമി നടത്തി തരുന്നത്. എനിക്ക് മാർഗമില്ല. വേറൊരാൾ ചോദിക്കാനില്ലാത്ത സമയത്താണ് ഒരാൾ എനിക്ക് ഈ പൈസ തരാന്ന് പറയണോ. 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറുതാണോ? 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയാണോ? അതോ അവർക്ക് നമുക്ക് തരേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ അത്രയും തുക സ്വാമി അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ എനിക്ക് തരാനായിട്ട് തരുന്നെങ്കിൽ അതിനേക്കാളും വലിയ ക്ഷിപ്രപ്രസാദം എന്താണ്? ആ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള സ്വാമീനെ നിങ്ങൾക്ക് കുറച്ച് നേരം വേറെ കാശും പണം എന്ന് ആരും ചോദിക്കണില്ല. കാര്യങ്ങൾ നടന്നാൽ സ്വാമിക്ക് നൈവേദ്യം അർപ്പിക്കണ്ടേ? അല്ലാണ്ട് അതിന് വേണ്ടി കാശലവുണ്ടോ? ജപിക്കാൻ കാശലവുണ്ടോ? കുറച്ച് സമയമല്ല മെനക്കെടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയം മെനക്കെട്ടാൽ നിങ്ങൾക്ക് പുരോഗതി വരും, സമ്പത്ത് വരും, സൗഭാഗ്യം വരും, സന്തോഷം വരും, സമാധാനം വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം മെനക്കെടുന്നതുകൊണ്ട് എന്താണ്? അതിന് പോലും സമയമില്ലാത്ത ആൾക്കാരാണ് എനിക്ക് എല്ലാം ചെയ്തു തരണം എന്ന് പറഞ്ഞു വരിക. അപ്പം അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഇതിനും വലിയൊരു മാർഗം എനിക്ക് പറഞ്ഞു തരാനില്ല. എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറ്റുമോ? ഒരുപാട് പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണണ്ടായിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക, ജപിക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് പറയും. ഇപ്പം എന്നെ 15 മിനിറ്റ് കഴിഞ്ഞു. ഇതെന്നെ മുഴുവൻ കാണാൻ നിൽക്കില്ല. എൻ്റെ കഥ കേൾക്കാനാണോ നിങ്ങൾ സമയമില്ലാത്തടത്ത്? അല്ല. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടാം. കേൾക്കുന്നുള്ളവർ കേൾക്കുക, കാണുന്നവർ കേൾക്കുക, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. സമയം മെനക്കെടുത്താൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളെ പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ലാലൂർ ദേവസ്ഥാനമൂർത്തികൾ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നത്. ലാലൂർ ദേവസ്ഥാനമേ അഭയം കരിനീലിയമ്മേ ശരണം കരിങ്കുട്ടി സ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാലൂർ ദേവസ്ഥാനമേ അഭയം